മുഖത്ത് വരുന്ന കുരുക്കൾ പൊട്ടിച്ച് കളയുന്നവരാണോ നിങ്ങൾ? എന്നാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ശ്രദ്ധിച്ച് കേട്ടോ. ഈ മുഖത്ത് ഒരു കുരു വന്നു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കളയാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല ചിലർക്ക്. പെൺകുട്ടികളെക്കാട്ടിയും കൂടുതൽ ആൺകുട്ടികൾക്കാണ് ഈ ഒരു ത്വര കണ്ടുവരുന്നത്. കാരണം അവർക്ക് ഈ ഒരു കുരു വന്നു കഴിഞ്ഞാൽ അവർക്കത് ഞെക്കി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് പുറത്ത് കളയാതെ ഒരു സമാധാനം ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് ഇച്ചിരി സൗന്ദര്യബോധം കൂടുതലുള്ളതുകൊണ്ട് അവരത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പാട് വരും എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അതിനങ്ങനെ മുതിരാറില്ല. എന്നാൽ ചിലർ പൊട്ടിക്കുന്നവരുണ്ട്. സോ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കുരുക്കൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമാവുന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? ഇല്ലല്ലേ? എന്നാൽ അങ്ങനെയൊന്നുണ്ട്. ഈ ഒരു ഏരിയക്ക്, ഈ പർട്ടിക്കുലർ ഏരിയക്ക് ഒരു പേര് തന്നെയുണ്ട്, ഡേഞ്ചർ ട്രയാങ്കിൾ. ഓക്കെ, ഇതെവിടെയാണ് ഈ ഡേഞ്ചർ ട്രയാങ്കിൾ എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. അതായത് ചുണ്ടിന് മുകൾ ഭാഗവും അപ് ടു ദ മിഡ് ഓഫ് ദ നോസും. ഓക്കെ, ഈ ഒരു ഭാഗമാണ് ഈ ഡേഞ്ചർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗം ഉണ്ടല്ലോ, ബ്ലഡിന്റെ മെയിൻ സപ്ലൈ നമ്മുടെ ബ്രെയിനിലേക്ക് ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. കാവർണസ് സൈനസ് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗവുമായി കണക്റ്റഡ് ആണ് ഈ ഏരിയ. മുഖത്തില് ഈ ഏരിയയിൽ വരുന്ന മുഖക്കുരു എന്ന് മാത്രമല്ല, എനി സ്കിൻ ഇൻഫെക്ഷൻ ഇറ്റ് ഹാസ് ടു ബി ട്രീറ്റഡ് കെയർഫുള്ളി. ഈ ഒരു ഭാഗങ്ങളിൽ വരുന്ന മുഖക്കുരു പൊട്ടിച്ച് അത് ഇൻഫെക്റ്റഡ് ആയാൽ, ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് സീരിയസ് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയുള്ള സീരിയസ് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് കാവർണസ് സൈനസ് ത്രോംബോഫ്ലെബൈറ്റിസ് എന്ന രോഗത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് ആരും കുരു ഞെക്കി പൊട്ടിക്കണ്ട. വന്ന കുരുവിന് പോവാൻ അതിന് തന്നെ അറിയാം. ഓക്കെ, ഇനി അഥവാ മുഖക്കുരു കൂടുതലാണെങ്കിൽ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാം. എന്നിട്ട് അതിനു വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആരും ഞെക്കി പൊട്ടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ടാറ്റാ.